ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ ചാനൽ വീണ്ടും ഒന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ഒരു വാഹന റിവ്യൂ തന്നെയാണ് ഇപ്പോഴും. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവും, ഒരു ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മഹീന്ദ്ര ഹീറോ ആണ് നമ്മുടെ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ളത്. ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇത് ഓടിച്ചു നോക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം വേറെ പ്രതീക്ഷയോടെ മഹീന്ദ്ര ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു തുറപ്പ് കിട്ടുന്ന പോലെ തന്നെ ബാക്കി ഇപ്പം മഹീന്ദ്ര ഈ സെഗ്മെൻറ്റിലേക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ലേറ്റ് ആയിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ശരിക്കും ലേറ്റസ്റ്റ് ആയിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത്. അത്യുഗ്രൻ ഫീച്ചേഴ്സും ഓടിക്കാനാണെങ്കിലും കാഴ്ചയിലാണെങ്കിലും എല്ലാം കുറച്ച് അപ്പ് മാർക്കറ്റ് ഫീൽ നൽകുന്ന ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഹീറോ. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻ്റാണ്. V2 എന്ന് പറഞ്ഞ മോഡലാണ്. മൊത്തം 3 മോഡലുണ്ട്: V2, V4, V6. അതിൽ V6ലാണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും അത്യാധുനികമായ ഫീച്ചേഴ്സായ AC, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഫുൾ ഡിജിറ്റലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ അടക്കം, ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അടക്കം ഒരു കാറിൽ കിട്ടുന്ന ഒരു 10-12 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ വരുന്ന കാറിൽ കിട്ടേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു മോഡലിൽ, ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു മോഡൽ എന്തായാലും നോൺ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ ഓടിക്കാനാണെങ്കിലും കാഴ്ചയിലാണെങ്കിലും ഒരു വ്യത്യാസവും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് മഹീന്ദ്ര ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. മുന്നിൽ നിന്നുള്ള കാഴ്ചയിൽ ഈ സെഗ്മെൻറ്റിലുള്ള മറ്റു വാഹനങ്ങൾ പോലെയാണ്. അതായത് ദോസ്തും ഇൻട്രയും ഇടയൊക്കെ ആ ഒരു ലുക്കാണ്. എല്ലാവരും ആദ്യം തന്നെ ഇതിനെ കളിയാക്കിയായിരുന്നു. ദോസ്റ്റിന് ഇൻട്രയിലുണ്ടായ കുട്ടിയാണെന്നൊക്കെയുള്ള ഒരു രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ബേസിക്കലി ആ ഒരു ഷേപ്പ് ഉണ്ടെങ്കിലും പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഈ വണ്ടി കുറച്ചുകൂടെ അപ്പ് മാർക്കറ്റും കുറച്ചുകൂടെ മോഡേൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഈ ഹെഡ് ലാമ്പിൻ്റെ ലുക്കാണെങ്കിലും ഈ ഓവറോൾ ഫ്രണ്ടിൽ ആ ഒരു ഫേസിയുണ്ടല്ലോ, ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ലുക്കാണെങ്കിലും വ്യത്യസ്തം. ഈ ഗ്രില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ EV-യിലൊക്കെ ഉള്ള പോലെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ് വരുന്നത്. അതിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രം എയർ വെൻറ്റിനുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം ഈ വണ്ടിയുടെ കൂളിങ്ങിനെ അത് സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. എന്നിരുന്നാലും താഴെ ബമ്പറിൽ തന്നെ ഒരു എയർ ഡാം പോലെ സ്പേസും കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഇത്രയും താഴേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു കൂളിങ് അവിടെ കിട്ടും. കാരണം എഞ്ചിൻ ഇത്രയും താഴെ തരികയും വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ഈ ഒരു പോർഷനിൽ എന്തായാലും ക്യാബിന് കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ കൂളിങ്ങിനുള്ള എയറും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് ആ ഒരു സംശയം അവിടെ മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താഴെയാണെങ്കിലും ഫോഗ് ലാമ്പിന് ഹൗസിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സ്പേസ് തന്നെ റിഫ്ലക്ടറും കാര്യങ്ങളും കൊടുത്ത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഒരു അപ്പ് മാർക്കറ്റ്, കുറച്ചുകൂടെ ഒരു മഹീന്ദ്രയുടെ ഒരു ക്യാരക്ടർ, ആ ഒരു 4x4 SUV ലുക്ക് ഉണ്ടല്ലോ, അത് ഈ വണ്ടിയിൽ നമുക്ക് എടുത്ത് കാണാവുന്ന രീതിയിലാണ് മഹീന്ദ്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫോഗ് ലാമ്പ് കൊടുക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കും. എനിക്കൊന്ന് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡലിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഡേ ടൈം LED ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവും. വണ്ടിക്ക് എന്തായാലും അത്രയും ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇത് നോർമൽ ഒരു പാർക്ക് ലാമ്പും ഹെഡ് ലാമ്പും ഇൻഡിക്കേറ്റർ മാത്രം വരുന്നത്. പക്ഷേ ആ ഹെഡ് ലാമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ചെറിയൊരു സ്മോക്ക് ഫിനിഷിൽ കുറച്ചൊരു സ്പോർട്ടി ലുക്കാണ്. ഈ വീലെന്നുള്ള ബാഡ്ജിങ് ആണെങ്കിലും ഇന്നേ വരെ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാത്ത രീതിയിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ 3 സീറ്റർ സർട്ടിഫൈഡ് എന്ന് കാണാം. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ 3 പേർക്ക് സെറ്റിഫൈ ചെയ്ത് ക്യാബിൻ കപ്പാസിറ്റി വരുന്ന ഒരു വാഹനം മഹീന്ദ്ര ഹീറോ മാത്രമാണ്. അതുകൊണ്ടാണ് അത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും ഈ വാഹനത്തിനുണ്ട്. ഡ്യുവൽ വൈപ്പറാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയയാണ് നമുക്ക് വരുന്നത്. വണ്ടിയിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷ്വൽ പുറത്തേക്കുള്ള റോഡ് വ്യൂ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു കുറച്ചുകൂടെ മുന്നിലേക്ക് നമുക്ക് ഒരു ക്യാബിൻ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് സമയത്തൊക്കെ കുറച്ചുകൂടെ സേഫ്റ്റി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടും. കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ. കുറച്ച് മറ്റുള്ള മാക്സിമം പോലെയുള്ള കുറച്ചുള്ളിലേക്ക് മാറിയാണ്. അപ്പോൾ ഇനി നമുക്ക് സൈഡിലെ ലുക്ക് പറയുകയാണെങ്കിൽ തികച്ചും ബോൾഡായിട്ടുള്ള ലുക്കാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഭംഗിയും ഏറ്റവും ബോൾഡായിട്ടുള്ള വാഹനം ഇത് തന്നെ പറയാം. കാഴ്ചയിൽ മാത്രമല്ല ആ ബോൾഡ്നെസ് ഉള്ളത്, നമുക്ക് ഡോർ തുറന്ന് അടയ്ക്കുമ്പം അത് ശരിക്കും ഫീൽ ചെയ്യും. ആ ഒരു തട്ട് സൗണ്ടും ആ ഒരു നല്ലൊരു നിലവാരം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തരം സെഗ്മെൻറ്റിൽ ഇത്ര നിലവാരമുള്ള വാഹനം ഇത് ആദ്യമായിട്ടാണ്. സൈഡിലും ഹീറോയുടെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു വലിയൊരു ഡോർ തന്നെയാണ് നമുക്ക് വരുന്നത്. ഫുള്ളായിട്ട് നമുക്ക് തുറന്ന് കയറാനായിട്ട് ഇറങ്ങാനും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ആ 15 ഇഞ്ച് വീൽ സൈസിൻ്റെ ആ ഒരു വലിപ്പം നല്ലൊരു ബോൾഡ്നെസ്സും വണ്ടിക്ക് ഓടിക്കാനുള്ള കംഫർട്ടും വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 9 അടി വരുന്ന ഒരു ഡെക്കാണ് നമുക്ക് ഈ വണ്ടിയിലുള്ളത്. ഇതിൽ ആഡ്ബ്ലൂ വരുന്നൊരു വാഹനമാണ്. ആഡ്ബ്ലൂ ടാങ്ക് ഇവിടെയും ഡീസൽ ടാങ്ക് ഏറ്റവും ബാഗിലോട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള പോലെ സ്നോർക്കലും, അതായത് എയർ ഫിൽറ്ററിൻ്റെ ഇന്ത്യക്ക് വരുന്ന ഏറ്റവും മുകളിൽ നിന്നാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഈ ഒരു സ്പേസ് വരെ വെള്ളമുണ്ടെങ്കിലും അതിൻ്റെ ഭൗതിക സ്പേസ് കൊണ്ട് വെള്ളമുണ്ടെങ്കിലും നമുക്ക് ഓടിച്ച് പോകാം. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി 15 ഇഞ്ച് സൈസ് സൈസാണ് തന്നെ വണ്ടിക്ക് ഫുൾ ഒരു ഓവറോൾ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ സൈഡിലും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ബാറ്ററി യൂണിക്കായിട്ട് പറയാനൊന്നുമില്ല. ആ ഒരു ബാറ്റിംഗ് കൊണ്ട് മാത്രം പുള്ളിയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മഹീന്ദ്രയുടെ ഒരു ബാറ്റിംഗ് നമ്മൾ എടുത്ത് കാണുമ്പോൾ ഇത്രയും സ്പേസ് വാഹനം മാത്രമേ ഹീറോ മനസ്സിലാവും. ഈ പറഞ്ഞൊരു 9 അടിയുടെ ഡെക്കാണ് വരുന്നത്.
വേറെ എടുത്ത് പറയാനൊന്നുമില്ല. നോർമൽ ഒരു ടെയിൽ ലാമ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് മസ്റ്റായിട്ട് ഉണ്ട്. അതൊരു സേഫ്റ്റി നോർമായിട്ട് അതുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ മോഡലില്ല, പക്ഷേ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡലിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പേസ് ആണ് ഈ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് നമുക്ക് ക്യാബിൻ ഒന്നും പറയാനില്ല. ഇവിടെയാണ് നമുക്ക് കൂളൻറ്റിൻ്റെ ടാങ്ക് വരുന്നത്, സോളർ ടാങ്ക് വരുന്നത്. ഇവിടെയാണ് ബാറ്ററി ബോക്സ് ഈ സൈഡിലാണ് വരുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഈ ലെഫ്റ്റ് സൈഡ് വരുന്നില്ല. ബാക്കിൽ റിലാക്സിൽ ഡീപ് സ്പ്രിംഗ് സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വരുമ്പോൾ ഡീപ് സ്പ്രിംഗ് വിത്ത് ഷോക്ക് അബ്സോർബേഴ്സും നമുക്കുണ്ട്. അല്ലേ, വളരെ ചെറിയൊരു ക്യാബിൻ്റെ ഒരു ഷേക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇത്രയും വലിയൊരു ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇത്രയും വലിയൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് വാഹനങ്ങൾ എന്തായാലും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം. ഈ ഒരു ക്യാബിൻ സ്പേസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു LCV ആണെന്ന് ഡൗട്ട് ഉണ്ടാവും. LCV തന്നെയാണ്, അതായത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ വീരോ നമ്മൾ കണ്ടുപോലെ വീരോയുടെ ഉള്ളിൽ സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും അത്യാധുനികം എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ആധുനികം എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാബിൻ സ്പേസ് നമുക്ക് വണ്ടിയുടെ ഉൾവശത്തിലുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പേസ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അതായത് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ കംഫർട്ടായിട്ടിരിക്കാം. ഹെഡ് റൂമും കാര്യങ്ങളും നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും 2 പേര് എന്ന് പറഞ്ഞാലും നല്ല സ്പേസ് ഉണ്ട്. അതായത് ടോട്ടലി 3 പേർക്ക് പാസഞ്ചർ കപ്പാസിറ്റി സർട്ടിഫൈ ചെയ്ത് തരുന്ന ഒരു വാഹനം കൂടിയാണ് മഹീന്ദ്ര വീരോ. ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു വാഹനത്തിന് അതില്ല. എല്ലാം 2 സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് വരുന്നത്. ഇപ്പോൾ ദോസ്ത് ആണെങ്കിലും ടാറ്റയുടെ ഇൻട്ര ആണെങ്കിലും എല്ലാത്തിനും 2 സീറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെ ലോഡ് ചെയ്യുന്നവർക്കൊക്കെ അതും ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഈ വണ്ടിയിൽ പറയാം. പിന്നെ ഇനിയിപ്പോൾ ഓടിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും റിഫൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സെഗ്മെന്റിൽ വരുന്ന ബെഡാ ദോസ്ത് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ടാറ്റ ഇൻട്ര ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും റിഫൈൻമെന്റിന്റെ കാര്യത്തിൽ വീരോ ഒരു പടി അല്ലെങ്കിൽ 1.5 പടി മുന്നിൽ തന്നെയാണ്. കാരണം ശരിക്കും റിഫൈൻഡ് ആണ് വണ്ടി. നമ്മൾ ഇപ്പോൾ സിഗ്നലൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓണാണോന്ന് ചെറിയൊരു ഡൗട്ട് നമുക്ക് തോന്നും. കാരണം ഐഡിലെങ്കിലൊന്നും കാര്യമായ വൈബ്രേഷനോ കാര്യങ്ങളോ വരുന്നില്ല. സൗണ്ട് ഇൻസുലേഷൻ ആണെങ്കിലും ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് കഴിഞ്ഞാൽ ഒട്ടും വലിയ സൗണ്ടൊന്നും വരുന്നില്ല. നമ്മൾ കാല് കറക്റ്റായിട്ട് കൊടുക്കില്ല. അപ്പോൾ ടോർക്കിൻ്റെ സൗണ്ട് മാത്രം വരും. അതായത് ഒരു ടോർക്ക് കളി നോക്കിയിട്ട് നമുക്ക് ഏകദേശം ആ ടോർക്ക് എന്തായാലും നല്ല രീതിയിൽ വണ്ടിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് മാത്രമാണ് നമുക്ക് ക്യാബിനുള്ളിലേക്ക് വരുന്നത്. പിന്നെ ചാട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാട്ടമുണ്ട്. അക്കാര്യത്തിൽ ഏതൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിനെ പോലെ തന്നെയാണ്. വലിയ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ ലോഡ് കയറുമ്പോൾ എന്തായാലും മാറുമായിരിക്കും. ഒരു ലോഡ് റിവ്യൂ എന്തായാലും ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഏതായാലും സമയം കിട്ടുന്ന പോലെ ഒരു ലോഡ് റിവ്യൂ നമ്മൾ ഈ വണ്ടി വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബോഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫ്ലാറ്റ് ഡെക്കിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. കമ്പനി വരുന്ന പോലെ തന്നെയാണ് വണ്ടി ഉള്ളത്. ചാട്ടം നല്ല രീതിയിലുണ്ട്. നല്ല റോഡിൽ കയറുമ്പോൾ നമുക്ക് മറ്റ് പണ്ടത്തെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പോലുള്ള ആ ഒരു ഒലച്ചിലൊന്നും വലുതായിട്ടില്ല. പക്ഷേ ചെറിയൊരു മോശം റോഡിലാണെങ്കിൽ തന്നെ എടുത്തിട്ട് അടിക്കുന്ന തന്നെ ഉണ്ട്. അത് പിന്നെ ഇതിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ ഒന്നുമില്ല. ബാക്കി ഓടിക്കാൻ ശരിക്കും ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ എക്കോ മോഡിലാണ് ഞാൻ ഓടിക്കുന്നത്. എക്കോ മോഡ് ഓടിച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല ടോർക്കിയാണ് എഞ്ചിൻ. ആ ഒരു ഇനിഷ്യൽ പഞ്ചും അത്യാവശ്യം ഉണ്ട്. മിഡ് റേഞ്ച് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ചെറിയ സിഗ്നൽ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം ഗിയർ ചേഞ്ച് ഒന്നും ഇല്ലാതെ തന്നെ പോവാം. സെക്കൻഡ് തേർഡ് ഇട്ട് കളിച്ച് പോവാം. ഫസ്റ്റ് നമുക്ക് വളരെ നിർത്തിയെടുക്കുമ്പോൾ മാത്രമേ ഫസ്റ്റ് ഇടേണ്ടി വരുന്നുള്ളൂ. സെക്കൻഡ് തന്നെ ഇപ്പോൾ ഈ ഒരു കണക്ക് സെക്കൻഡിലൊക്കെ നല്ല രീതിയിൽ പുള്ളി ചെയ്ത് പോകുന്നുണ്ട് വണ്ടി. അല്ലാതെ അവിടെ ലാഗോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഏതെങ്കിലും കുറച്ചുകൂടെ നല്ല വലിയ റോഡിൽ കയറി ഹോർമോൺ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഫീലും കൂടെ മനസ്സിലാക്കാം. പിന്നെ വണ്ടിക്ക് നല്ല വലിപ്പമുണ്ട്. അത് നമ്മളതിൽ ഓടിക്കുമ്പോൾ അത് മനസ്സിലാകും. അതിലിപ്പം ഈ ഒരു നല്ല ഹൈറ്റാണ്. നല്ല ഹൈറ്റ് ഇരുന്ന് ഓടിക്കുന്നതിൻ്റെ ആ ഒരു നല്ലൊരു ഫീൽ നമുക്കുണ്ട്. നല്ലൊരു കമാൻഡിങ് പൊസിഷൻ നമ്മൾ ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് ആണെങ്കിലും അത്യാവശ്യം ലൈറ്റാണ്. അങ്ങനെ ഒരുപാട് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തും വലിയ ജെർക്കിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തൊക്കെ വണ്ടി ഓക്കെയാണ്. സീറ്റ് ഇരിക്കുന്ന ഭാഗമാണ് നമുക്കൊരു ചാട്ടം നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഓടിച്ചിട്ട് പറയാനുള്ളത്. എന്തായാലും ലോഡ് വെച്ചിട്ട് ഓടിച്ചാലേ ബാക്കി കുറച്ചുകൂടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് മീറ്റർ കൺസോൾ ഓൺ ചെയ്യുമ്പോൾ ഒരു ആദ്യം തന്നെ ഒരു സിസ്റ്റം ചെക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഫുള്ളി നമ്മൾ സാധാരണ വണ്ടികളൊക്കെ ഉള്ള പോലെയാണ് ചെക്കിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ മോഡ് എക്കോ മോഡും പവർ മോഡും ഈ വണ്ടിയിലുണ്ട്. അത് ഭയങ്കര മറ്റേ സൂപ്പർവൈക്ക് മാക്സിമം ഉള്ള പോലെയാണ്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ എക്സ്ട്രാ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇത് ഫോഗ് ലാമ്പ് ഇല്ലാത്ത മോഡലാണ്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഫോഗ് ലാമ്പ് ഉൾപ്പെടെയാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്ററും ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ക്ലസ്റ്ററൊക്കെ നീറ്റാണ്, നമുക്ക് ലെജിബിളാണ്. ഇത്രയും ദൂരം നിന്നാണെങ്കിലും ഇപ്പോൾ ലൈറ്റുള്ള കണ്ടീഷനിലാണെങ്കിലും നല്ല രീതിയിൽ കാണാം. ഡെഫ് ലെവലും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ആഡ്ബ്ലൂ വേണ്ടുന്നൊരു വാഹനമാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഒരുപാട് ഉണ്ടെങ്കിലും കുറച്ച് നെഗറ്റീവ് ഉണ്ട്. അതിലൊന്നാണ്
ഈ ഒരു കാര്യം. നമുക്ക് സാധാരണ നമുക്ക് ഡ്രൈവർ സൈഡിലെങ്കിലും ഒരു ഹെഡ് റെസ്റ്റ് സാധാരണ ഈ ഒരു സെഗ്മെന്റിലെ വണ്ടികളൊക്കെ കൊടുക്കുന്നതാണ്, പക്ഷേ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ പാസഞ്ചർ സൈഡിലും അതില്ല. പിന്നെ ഈ പോർഷൻ മെയിനുകളിലാണെങ്കിൽ ഒരു ലൈറ്റ് കളറാണ് വരുന്നത്. അത് നമ്മൾ ഈ ഒരു സെഗ്മെന്റിലെ വണ്ടികൾക്ക് അറിയാം, നമ്മൾ എപ്പോഴും വേർത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കറയാൻ സാധ്യതയുണ്ട്. പക്ഷേ കാഴ്ചയിൽ ലുക്ക് കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു കാറിനാണെങ്കിലൊക്കെ ഈ ഒരു സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ എനിക്ക് ഫുൾ ഓപ്ഷൻ മോഡലും ഹെഡ് റെസ്റ്റ് വരുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ നോക്കേണ്ടതുണ്ട്. ബാക്കി ഇപ്പം ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്, വണ്ടി യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഈ ഒരു മോഡലായതുകൊണ്ട്, അതായത് ബേസ് സ്പെക്കിലായതുകൊണ്ട് ഫീച്ചേഴ്സ് കുറവുണ്ട്. എന്നാൽ പോലും ഈ സെഗ്മെന്റിലെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഫുള്ളി നീറ്റാണ്, ബാക്കി കാര്യങ്ങളല്ല. ഇനി മഹീന്ദ്ര ഹീറോയുടെ സ്പെക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ വരുന്ന ഒരു 1493cc MDI ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഡീസലിൽ CNG എഞ്ചിൻ കൂടെയാണ്. ഇതിൻ്റെ പവർ വരുമ്പോൾ 59 കിലോവാട്ടാണ് ഇതിൽ പവർ. മാക്സിമം ടോർക്ക് 110 കിലോമീറ്ററാണ്. ആ ടോർക്കിൻ്റെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ട്യൂണിങ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഒരു 32% ഗ്രേഡുകളിലേക്ക് വണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിലേക്ക് നല്ല ഗ്രേഡുകളിലേക്ക് വാഹനത്തിന് വരുന്നുണ്ട്. 1550 കിലോഗ്രാമാണ് നമുക്ക് പേലോഡ് വരുന്നത്. 3 ടണ്ണിൻ്റെ GVW വാഹനത്തിനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലോഡ് ചെയ്യാം. 1550 പേലോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ടി ഈസിലി ഒരു 2 ടണ്ണൊക്കെ വെച്ച് വലിക്കും. നമുക്ക് മഹീന്ദ്ര പിക്കപ്പിൻ്റെ അത്ര രീതിയിൽ ഒരു സെറ്റപ്പ് തന്നെ വലിക്കും ഈ വണ്ടി. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പറയുമ്പോൾ 8 ലക്ഷം തൊട്ട് 1.5 ലക്ഷം വരെയാണ് എക്സ്ട്രോൺ വരുന്നത്. ഏകദേശം ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡൽ ഓൺ റോഡ് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 11-12 അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷേ അത്ര വില വന്നാലും ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം ശരിക്കും കറക്റ്റാണ്. അത്രയൊക്കെ പറഞ്ഞാൽ